ഹായ് ഗായ്സ്, ഓണത്തിന് തൃശ്ശൂർക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ പുലിക്കളി എന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനും എല്ലാ വർഷവും പുലിക്കളി കാണാൻ പോകാറുണ്ട്, മിസ്സാക്കാറില്ല. അപ്പോൾ ഈ വർഷവും ഞാൻ പോവാണ്. 2 കുട്ടികളുമായി ഞാൻ പോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് നല്ല ബ്ലോക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ മൂപ്പരെ ഫ്രണ്ട്സ് റൂമെടുത്തിരുന്ന സ്ഥലത്ത് പോയിട്ട് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഞങ്ങളവിടെ നടക്കാം എന്ന് വിചാരിച്ചു. സ്വാമി എന്താണ് ഇങ്ങനെ കടികളൊക്കെ കിട്ടുന്നൊരു സ്വാമിയുടെ ഭാഗത്തുനിന്നാണ് നമ്മൾ നടന്നത്. അവിടെ നിന്ന് അങ്ങനെ ഇവിടെ റൗണ്ടിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ റൗണ്ടിലേക്ക് കയറി ജനസാഗരം ഗൈസ്, എന്താണെന്നറിയില്ല, തൃശ്ശൂർ പൂരം പോലെ അത്രയ്ക്കധികം ആൾക്കാർ. ഒരു സ്ഥലത്തേക്ക് നിൽക്കാനോ തിരിയാനോ ഒന്നിനും പറ്റില്ല, നടക്കാനൊന്നും പറ്റില്ല. അത്രയ്ക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാൻ നടക്കുന്നില്ല, ഞാൻ എയറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആൾക്കാരെന്നെ അങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്, തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഏതൊക്കെയോ ബിനിയുടെ ഭാഗത്തേക്കൊക്കെ ഞങ്ങൾ നടന്ന് നീങ്ങി. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അത് മീനിൻ്റെ മുകളിൽ എന്തോ ഒരു പുലി വിഷം കിട്ടി ചേട്ടൻ പോയി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വേദം എത്തിയതും തുടങ്ങി ഐസ്ക്രീം. പിന്നെന്താ, ആ ചേട്ടൻ നല്ല കൊടയൊക്കെ പിടിച്ച് പോസൊക്കെ ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ലാഗായിരുന്നു, ആൾക്കാരും തിരക്കും. എന്തൊരു തിരക്കാണെന്നറിയോ. പിന്നെ ഓരോ ടാബ്ലോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ടീമുകാർ വരുന്നുണ്ട്. ഇവർ വണ്ടിയിലൊക്കെ കയറിയിരുന്ന് ഈ ചേട്ടന് ഭയങ്കര വയറൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ റോഡ് സൈഡിലൊരു സ്ഥലത്ത് ഞാൻ ഇരുന്നു ഗൈസ്. അപ്പം ഞാനും വേദും നേതു ആ സമയത്ത് ഉറങ്ങിയായിരുന്നു. ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ ഒരു കടി കടിച്ചു ഗൈസ് ഐസ്ക്രീമിൽ നിന്നും. അപ്പോൾ ചില ഫ്രണ്ട്സ് വന്നിട്ട് വേദുവിന് പാൽ സർബത്തൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് ഇസ്കി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഭർത്താവ്. വേദുവിനത് ഇഷ്ടമായി, വേദു അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കണ്ടില്ലേ, നടു റോഡിൽ ഇത്രയും സ്റ്റൈലിഷായിരുന്ന് പാൽ സർബത്ത് കുടിക്കുന്ന എൻ്റെ മോൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അവൻ എൻ്റെ മകനാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു ഇത്തരം കാര്യങ്ങളിലൂടെ. പിന്നെ അവതാറിൻ്റെ ഒരു സെറ്റപ്പ് ടീം വന്നിരുന്നു. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ പുലികളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുവിധം ആൾക്കാരൊക്കെ തിരികെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളും അങ്ങനെ പതുക്കെ വീട്ടിലേക്ക് നീങ്ങി. പോകുന്ന വഴിക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു ടീം പുലികൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അവർക്കൊക്കെ ടാറ്റ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.